ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ജാസ്മിൻ. ഇന്ന് നമ്മൾ ഒരു നാച്ചുറലായിട്ടൊരു സ്ക്രബിനെ പറ്റിയാണ് പറയാൻ പോണത്. ഇതിന് വേണ്ടത് ആകെക്കൂടി അരിപ്പൊടിയും പാലും മാത്രം മതി. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും പറ്റുന്ന ഒരു സ്ക്രബാണ്. ഇപ്പോൾ ഓയിലി സ്കിന്ന്, ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് വീക്കിലി ഒരു 2 times യൂസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പം ഇൻസ്റ്റൻ്റായിട്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു ഡിഫറൻസ് ഫേസിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതുപോലെ തന്നെ കണ്ടിന്യൂ ഒരു 1 month യൂസ് ചെയ്തെന്ന് വെച്ചാൽ വീക്ക്ലി 2 times വെച്ചിട്ട് 1 month യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഫേസിന് നല്ല ഈ പ്രത്യേകിച്ച് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് റിമൂവ് ആവാൻ വേണ്ടി നല്ലൊരു എന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ളതാകുമ്പോഴത്തേക്കും നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. കുറച്ച് കണ്ടിന്യൂ യൂസ് ചെയ്താൽ മാത്രമേ ആ ഒരു ചേഞ്ച് കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നിങ്ങൾ ഒരു 2 weeks ചെയ്തിട്ട് ചേഞ്ച് ഇല്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾ കണ്ടിന്യൂ ഒരു 1 month യൂസ് ചെയ്ത് നോക്കുക, നല്ല മാറ്റം വരും. അപ്പം നമുക്ക് കാണാം. ഇതിന് നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് അരിപ്പൊടിയും പാലും മാത്രമാണ്. ഇപ്പം ഞാൻ ഈ ബൗളിൽ കുറച്ച് അരിപ്പൊടിയും പാലും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ ഓൾറെഡി മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അധികം നമുക്ക് കട്ടിയാക്കേണ്ട ആവശ്യമില്ല. ഇതേ കണക്ക് ചെറിയൊരു ലൂസ് ആ ഒരു ടൈപ്പിൽ എടുത്താൽ മാത്രം മതി. ഇത് നമുക്ക് മുഖത്ത് ഇതുപോലെ അപ്ലൈ ചെയ്യാം. ഇതുപോലെ ഫേസിലും നെക്കിലും നന്നായിട്ട് അപ്ലൈ ചെയ്യുക. അതിനുശേഷം 2 കൈയും കൊണ്ട് നല്ല പോലെ ഇതുപോലെ റബ് ചെയ്യുക. നമ്മൾ സാധാ സ്ക്രബ്ബറൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ സ്ക്രബ് ചെയ്യില്ല, അതുപോലെ തന്നെയാണ് ഇതും ചെയ്യാനുള്ളത്. ഈ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ ഉള്ളവർക്ക് നല്ലതായി. ഇത് ഇങ്ങനെ ഒരു വീക്കിലി 2 times ചെയ്താൽ മതി. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്യാനും മറക്കരുത്. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കണ്ട. ചെയ്തിട്ടുള്ളവർ പിന്നെയും ചെയ്യണ്ട. ചെയ്യാത്തവർ എന്തായാലും ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.